എനിക്ക് 2011 ഓപ്പറേഷൻ ചെയ്തു. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് 2 മുഴയായിരുന്നു. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി കളഞ്ഞു. അപ്പം പാരതൈറോയ്ഡ് ഗ്രന്ഥി കൂടെ കട്ട് ചെയ്ത് പോയി. അങ്ങനെ പോയപ്പോൾ എനിക്ക് രണ്ടാമത്തെ ദിവസം തൊട്ട് ഭയങ്കര വേറായാലും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ഇപ്പം 14 വർഷമായി. 2011 14 വർഷമായപ്പോഴത്തേന് എൻ്റെ ഓരോ അവയവങ്ങളെ ബാധിച്ചു തുടങ്ങി. എൻ്റെ മസിലൊക്കെ ആണെങ്കിൽ ക്രാമ്പിൾ ചെയ്യും, അതായത് വലിച്ചു കൊണ്ടു. പിന്നെ എല്ലുകൾ, പിന്നെ എൻ്റെ പല്ലൊക്കെ ഒരുവിധമൊക്കെ പോയി. പിന്നെ നാക്കൊക്കെയാണ് പെട്ടെന്ന് ഒടിയും. അങ്ങനെ ദഹനത്തെ ബാധിച്ചു. ഒരു മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് വിശപ്പ്, ഉറക്കം, പിന്നെ അതിൻ്റെ ദഹന അവസ്ഥകൾ, അതെല്ലാം എന്നെ ബാധിച്ച് ബുദ്ധിമുട്ടിലായി. അപ്പം ഞാനെന്താ, ദൈവം എനിക്ക് കൃപ തന്നു. ഇതിനെല്ലാം ദൈവത്തെ കണ്ട് ഞാൻ എൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. സൗഖ്യം കിട്ടാതെ വരുമ്പോൾ എല്ലാവരും പറയും വിശ്വാസമില്ലായില്ല, പ്രാർത്ഥിക്കാനില്ലെന്നൊക്കെ പറയുമ്പോൾ മൗനമായി തന്നെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സമയത്തിനായി ഞാൻ കാത്തിരുന്നു. സമയമായെന്നാണ് എനിക്ക് മനസ്സിലായത്. ബ്രദർ പറഞ്ഞായിരുന്നു, പ്രാർത്ഥിച്ചപ്പം എൻ്റെ ലെഫ്റ്റ് ഓവറിൽ സിസ്റ്റ് തുടങ്ങിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുവിധ ഏകദേശം എല്ലാം കഴിഞ്ഞ മട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് ബോധർ ചെയ്തില്ല. അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ഉള്ളിൽ മുഴ ഉണ്ടായിരുന്ന ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഇതെല്ലാം എനിക്ക് സൗഖ്യപ്പെട്ടു. ഇപ്പം എനിക്ക് ഇപ്പം നടക്കാനൊക്കെ ആണെങ്കിൽ ബാലൻസ് ഇല്ല, അങ്ങനെ തിരിയാനൊന്നും പറ്റത്തില്ല. പിന്നെ മുട്ടുകുത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഉപസാരിക്കുമ്പോൾ ഇച്ചിരി മുട്ടുകുത്താൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. ഇവിടെ വന്നാണെങ്കിലും ഇനി ചൂട് സമയം മുട്ടുകുത്തി പ്രാർത്ഥിക്കാമെന്നുള്ള